ഏഷ്യ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഇതാണ് ഏഷ്യ എന്ന് പറയുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വടക്കായി സ്ഥിതി ചെയ്യുന്നതാണ് ഏഷ്യ എന്നറിയപ്പെടുന്നത്. നമ്മൾ സൗത്ത് ഏഷ്യയിലാണ് താമസിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനവാസമുള്ള സ്ഥലം ഏതാണ്? ഏഷ്യയാണ്. അതേപോലെ തന്നെ ഇന്ത്യ ഈ ഏഷ്യയുടെ ഭാഗമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായി എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലാണ്. എവിടെയാണ്? നേപ്പാളിൽ. ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളും തീരെ മഴ കുറഞ്ഞ പ്രദേശങ്ങളും വർഷം മുഴുവൻ മഞ്ഞ് മൂടി കിടക്കുന്ന പ്രദേശങ്ങൾ, വളരെ ചൂടുള്ള പ്രദേശങ്ങൾ, മിതമായ ചൂട് തണുപ്പുമുള്ള പ്രദേശം എന്നിയ ഒട്ടനവധി വൈവിധ്യങ്ങൾ നേർന്ന ഒരു വൻകരയാണ് എന്തെന്ന് പറഞ്ഞത് ഏഷ്യ എന്നറിയപ്പെടുന്നത്. നെല്ല്, ഗോതമ്പ്, ചോളം കൃഷി ചെയ്യുന്നത് എവിടെയാണ്? ഏഷ്യയിൽ തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഏഷ്യയിലാണ്. ഇനി ഹിമാലയം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പർവ്വതമാണ് ഹിമാലയം എന്നറിയപ്പെടുന്നത്. ഇന്ത്യക്ക് വടക്കായി സ്ഥിതി ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ നേപ്പാളിലെ മൗണ്ട് എവറസ്റ്റ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. സ്ഥിരമായി മഞ്ഞു മൂടിക്കിടക്കുന്നതിനാൽ ഇതിനെ ഹിമാലയം എന്ന് പേര് വന്നത്. അടുത്തത് ഏതാണ്? ആഫ്രിക്കയാണ്. നെക്സ്റ്റ് ആഫ്രിക്കയാണ്. വലിപ്പത്തിൽ രണ്ടാമത്തെ സ്ഥാനത്തുള്ളത് ആഫ്രിക്കയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. ട്രോപ്പിക്കൽ ക്യാൻസർ, ട്രോപ്പിക്കൽ കോൺ ആൻഡ് ഇക്വേറ്റർ, ഈ മൂന്ന് ഇതിലൂടെ പാസ് ചെയ്തു പോകുന്ന ഒരു കരയാണ് ആഫ്രിക്ക എന്നറിയപ്പെടുന്നത്. ജനവാസത്തിൽ രണ്ടാം സ്ഥാനത്താണ് ആഫ്രിക്ക നിൽക്കുന്നത്. കൂടുതൽ പ്രദേശങ്ങൾ മരുഭൂമി ആയതുകൊണ്ട് കൃഷി കുറവാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വന്യജീവികൾ ഉള്ള സ്ഥലം ഏതാണ്? ആഫ്രിക്കയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ മൂന്നിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഈ മരുഭൂമികളാണ്. അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ വൻകര എവിടെയാണ് ഒഴുകുന്നത്? ആഫ്രിക്കയിലൂടെയാണ് ഒഴുകുന്നത്. ഈ നൈലിനെ പറ്റി പറയുകയാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്, ലോങ്ങസ്റ്റ് റിവറാണ്. ഏകദേശം 685 കിലോമീറ്റർ നീളമുണ്ട്. അന്തർദേശീയ നദി അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിവർ എന്ന സവിശേഷതയുള്ളത് ഏതിനാണ്? നൈൽ നദിക്കാണ്. ഈ നദി ആഫ്രിക്കയിലെ വൻകരകളായ 13 രാജ്യങ്ങളിലൂടെ ഒഴുകുന്നു. ഈജിപ്തിൻ്റെയും സുഡാൻ്റെയും ജീവനാഡി എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ്? നൈൽ നദിയാണ്. ഇനി അടുത്തതാണ് വടക്കേ അമേരിക്ക, നോർത്ത് അമേരിക്ക എന്ന് നമുക്ക് പറയാം. പസഫിക് സമുദ്രത്തിൻ്റെയും അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെയും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന 3-ാം സ്ഥാനമാണ്. ഈ അലക്സ പർവ്വതനിരയിലെ മാക്സ്ലൈൻ ആണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത്. ലോകത്തിലെ ലഭ്യമായ ഉപരിതല ശുദ്ധജലത്തിന്റെ ഏകദേശം 21% ഉൾക്കൊള്ളുന്നത് എവിടെയാണ്? ഈ വൻകരയിലാണ്. കാലാവസ്ഥ എന്ന് പറയുന്നത് കാലാവസ്ഥയും മണ്ണും കൃഷിയും അനുയോജ്യമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? സൗത്ത് അമേരിക്കയിലാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? സൗത്ത് അമേരിക്കയിലാണ്. ന്യൂട്രിക്കൽ പെസിക്കിമോൾ മഞ്ഞുകട്ടകൾ കൊണ്ട് ഉണ്ടാക്കുന്ന വീടുകളെയാണ് ഇഗ്ലു. പഞ്ചമഹാതടാകങ്ങൾ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ആൽഫ മൗണ്ടൻ എന്ന് പറയുന്നത് എന്താണ്? യങ്ങസ്റ്റ് ഫോൾഡ് മൗണ്ടൈൻ ആണ്. യൂറോപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. സൗത്ത് ആൽഫ ഇതിൻ്റെ അടുത്താണ് ഉള്ളത്, ന്യൂസിലാൻഡിലാണ്. ഓൾഡസ്റ്റ് ഫോൾഡ് മൗണ്ടൈന് ഉദാഹരണമാണ് യൂറൽ എന്ന് പറയുന്നത്. എന്താണ്? ഏഷ്യയും യൂറോപ്പും തമ്മിൽ വേർതിരിപ്പിക്കുന്ന മൗണ്ടൈനെയാണ് എന്ത് പറയുന്നത്? യൂറൽ മൗണ്ടൈൻ എന്ന് പറയുന്നത്. അടുത്തതാണ് തെക്കൻ അമേരിക്ക, സൗത്ത് അമേരിക്ക എന്ന് പറയാം. എന്താണ്? പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ട് വലിപ്പത്തിൽ 4-ാമത്തെ സ്ഥാനമാണ് ഉള്ളത്. വലിപ്പത്തിൽ 4-ാമത്തെ സ്ഥാനമുള്ളതാണ് ഇവിടെ ഉള്ളത്. പിന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശുദ്ധജലം ഒഴുകുന്ന ആമസോൺ നദി എവിടെയാണ്? ഈ സൗത്ത് അമേരിക്കയിലാണ് ഉള്ളത്. തെക്കൻ അമേരിക്കയുടെ വടക്കു ഭാഗത്ത് നിന്നും ആമസോൺ നദി തടാകത്തിനുള്ള നിബന്ധ വനങ്ങളുടെ സസ്യജന്തുജാലങ്ങളും ഏറെ വൈവിധ്യമാർന്നതാണ്. കന്നുകാലി വളർത്തൽ പ്രധാന തൊഴിൽ എവിടെയാണ്? ആമസോൺ നദികൾ തീരത്തുള്ളവരാണ് ഇങ്ങനെ ചെയ്യുന്നത്. മരിച്ചീനിയുടെ ജന്മപ്രദേശം എന്നറിയപ്പെടുന്നത് ഏതാണ്? സൗത്ത് അമേരിക്കയാണ്. നെക്സ്റ്റ് ഈസ് അന്റാർട്ടിക്ക. അടുത്തത് ഏതാണ്? അന്റാർട്ടിക്ക എന്നറിയപ്പെടുന്നത്. ഇനി അന്റാർട്ടിക്ക വലിപ്പത്തിൽ 5-ാമത്തെ സ്ഥാനത്താണ്. ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശമാണ്. വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്നത് കൊണ്ട് വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നു. സ്ഥിരമായി ജനവാസമില്ലാത്ത സ്ഥലമാണ്. അലവറ്റ ധാതു നിക്ഷേപങ്ങളുള്ള ഈ വൻകരയിൽ ധാതു പരിവേഷണത്തിനായി കാലാവസ്ഥ പഠനങ്ങൾക്കുമായി പല രാജ്യങ്ങളും പല ഗവേഷണ കേന്ദ്രങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ മൈത്രി, ഭാരതി എന്നീ ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ്. ദക്ഷിണഗോത്ര എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയുടെ ആദ്യമായി അന്റാർട്ടിക്ക ഗവേഷണ കേന്ദ്രമായി വെച്ചത്. 1983 ഇന്ത്യ ഒരു തപാൽ ഓഫീസ് തുറന്നു. 2000-ഓളം കത്തുകളാണ് അയക്കുകയും ചെയ്തു. അടുത്തത് യൂറോപ്പാണ്.
അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യൻ കരയ്ക്കും ഇടയിലായിട്ടുള്ളത്. ആറാമത്തെ യൂറൻ പർവ്വതനിര യൂറോപ്പിനെയും ഏഷ്യയും വേർതിരിക്കുന്നത്. യൂറോപ്പ് പർവ്വതനിര എന്ന് പറയുന്നത് ഓൾഡ് ഫോൾഡ് മൗണ്ടെയിൻ ആണ്. ജനസംഖ്യയുടെ മൂന്നാമത്തെ സ്ഥാനമാണ്. യൂറോപ്പിന്റെ തെക്കു ഭാഗത്തായി മിതമായ ചൂടും തണുപ്പും അനുഭവപ്പെടുന്നുവെങ്കിലും വടക്കു ഭാഗത്ത് അതികഠിനമായ തണുപ്പാണുള്ളത്. എവിടെ? യൂറോപ്പിലാണുള്ളത്. വ്യാവസായികമായ വളരെ കുറെ പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. വ്യാവസായികമായി വളരെ പുരോഗതി ഇതുണ്ട്. മത്സ്യബന്ധനം ഒരു പ്രധാന തൊഴിലാണ് ഇവിടുത്തെ യൂറോപ്പിലെ. ഇനി പാതിര സൂര്യന്റെ നാട് എന്ന് പറയുന്ന നോർവ എവിടെയാണുള്ളത്? യൂറോപ്പിലാണുള്ളത്. നോർവ, ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ വർഷത്തിൽ 6 മാസം പകലും 6 മാസം രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. എസ്.കെ. പൊറ്റക്കാടിന്റെ പുസ്തകമായ പാതിര സൂര്യന്റെ നാട്ടിൽ എന്നത് അറിയപ്പെടുന്നത് ഇതാണ് നോർവേയാണ്. അടുത്തതാണ് എന്തെന്ന് പറയുന്നത് ഓസ്ട്രേലിയ ഏറ്റവും ചെറിയ വൻകരയാണ്. ഒഡീനിയ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ഓസ്ട്രേലിയ. പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ ഓസ്ട്രേലിയ വൻകര ദ്വീപ് എന്നും വിശേഷിപ്പിക്കുന്നു. കങ്കാരു, നായ വർഗത്തിൽപ്പെട്ട ഡിങ്കോർ തുടങ്ങിയ വൻകരയിൽ മാത്രം കാണപ്പെടുന്നത്. ഗോതമ്പ് ധാരാളമായി കൃഷി ചെയ്യുന്നുണ്ട്. സ്വർണ്ണ, ഇരുമ്പ്, യുറേനിയം ഇവിടെയാണ് വൻതോതിൽ ഖനനം ചെയ്യപ്പെടുന്നത്. ചെമ്മരിയാട് വളർത്തിയ പ്രതിമനം അറ്റ്ലാന്റിക് സമുദ്രത്തിനും വടക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രീൻലാൻഡ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിന് വടക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഗ്രീൻലാൻഡ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ്.